മന്ത്രി വി.എൻ. വാസവൻ കോട്ടയത്ത് കൊല്ലപ്പെട്ട കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടത്തിൽ കൊല്ലപ്പെട്ട ബിന്ദുവിന്റെ വീട്ടിൽ സന്ദർശനത്തിനായി എത്തുകയാണ്. മന്ത്രിമാരും സംസ്കാര സമയത്ത് അവിടെ എത്തിയിരുന്നില്ല എന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി കുടുംബത്തെ വിളിച്ച് ആശ്വസിപ്പിച്ചത്. ഇപ്പോഴത്തെ മന്ത്രി വി.എൻ. വാസവൻ നേരിട്ട് കുടുംബത്തിനരികിലേക്ക് എത്തുകയാണ്. മെഡിക്കൽ കോളേജിലെ ഒരു അപകടം നടക്കുന്ന സമയത്ത് അവിടെ മന്ത്രി വി.എൻ. വാസവനും ആരോഗ്യമന്ത്രിയും ഉണ്ടായിരുന്നു. അപകടത്തിൽ കൃത്യമായി ഇടപെടലുണ്ടായില്ല, രക്ഷാപ്രവർത്തനം വൈകി എന്നൊക്കെ തുടങ്ങി വലിയ ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്നു. അതിന് പിന്നാലെ സംസ്കാരത്തിൽ മന്ത്രിമാരും എത്തിയില്ല എന്നുള്ള വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. ഇപ്പോഴെന്തായാലും മന്ത്രി വി.എൻ. വാസവൻ നേരിട്ട് കുടുംബത്തിനെ ആശ്വസിപ്പിക്കാനായി അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കോട്ടയത്തു നിന്നുള്ള മന്ത്രിയാണ്. കോട്ടയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട CPM-ന്റെ തലമുതിർന്ന നേതാവ് കൂടിയാണ് വി.എൻ. വാസവൻ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ സംഭവമുണ്ടായി. അല്പസമയത്തിനകം തന്നെ വി.എൻ. വാസവൻ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജും ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ രക്ഷാപ്രവർത്തനം വൈകി, രക്ഷാപ്രവർത്തനം നടന്നില്ല എന്ന വലിയ വിമർശനം ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവായി പുറത്തു വന്നു. അതിന് പിന്നാലെ വലിയ വിമർശനം മന്ത്രിമാർക്കെതിരെ ഉയർന്നു വന്നതാണ്. സംസ്കാര ചടങ്ങിൽ മന്ത്രിമാർ പങ്കെടുക്കാത്ത വിമർശന വിധേയമായി. അതിന് പിന്നാലെ ഇപ്പോൾ മന്ത്രി വി.എൻ. വാസവൻ നിലയോരപ്പുറത്തിലെ വീട്ടിലേക്ക് ദൃശ്യങ്ങളാണ് മാസ് മിനിറ്റ്സിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് എന്നിവർ കൂടി മന്ത്രി വി.എൻ. വാസവന് ഒപ്പമുണ്ട്. ജില്ലയിലെ മന്ത്രിയായിരുന്നിട്ട് കൂടി എന്തുകൊണ്ട് സംസ്കാര സമയത്ത് അവിടെ എത്തിയില്ല എന്നുള്ള വലിയ ചോദ്യങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. ഇപ്പോഴെന്തായാലും കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി മന്ത്രി വി.എൻ. വാസവൻ നേരിട്ടെത്തിയിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മന്ത്രിക്കൊപ്പം കളക്ടറും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും കൂടിയുണ്ട്. മന്ത്രി വി.എൻ. വാസവനും ആരോഗ്യമന്ത്രി വീണ ജോർജും ഇന്ന് തിരുവനന്തപുരത്തായിരുന്നു ഉണ്ടായിരുന്നത്. സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാത്ത വിമർശനമൊക്കെ ഉണ്ടായതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉച്ചയ്ക്ക് നടത്തിയ തിരുവനന്തപുരത്തിലേക്ക് വാർത്താ സമ്മേളനത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലഭിച്ച പ്രാഥമികമായ വിവരങ്ങളാണ് മന്ത്രി അവിടെ വച്ച് വിശദീകരിച്ചത്, പറഞ്ഞത് അതിൽ തെറ്റില്ല, ആശുപത്രി അധികൃതർ നൽകിയ വിവരങ്ങളാണ് എന്ന് അദ്ദേഹം ഇന്നും ഉച്ചയ്ക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിലും തിരുവനന്തപുരത്ത് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് കോട്ടയത്തേക്ക് പോയത്. ഇപ്പോൾ തലയോല പറമ്പിൽ എത്തിയിരിക്കുകയാണ് മന്ത്രി വി.എൻ. വാസവൻ. സംസ്കാര ചടങ്ങിന്റെ സമയത്തേക്ക് അവിടെ നിന്ന് സർക്കാരിന്റെ പ്രതിനിധിയായ ആരും എത്തിയില്ല എന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വരികയുണ്ടായി. അതിന് പിന്നാലെ ആരോഗ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ പ്രതികരണം നടത്തി. അതിന് പിന്നാലെ ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനെ വിളിച്ചും സംസാരിച്ചു. സർക്കാർ ഇനി ഒപ്പം ഉണ്ടാകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണവും ഫേസ്ബുക്ക് പോസ്റ്റായി വന്നിരുന്നു. സർക്കാർ ഇനി കുടുംബത്തിനൊപ്പം ഉണ്ടാകും, ബിന്ദുവിന്റെ കുടുംബത്തിന് താങ്ങായി എല്ലാവിധ സഹായങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ വി.എൻ. വാസവൻ ബിന്ദുവിന്റെ വീട്ടിലെത്തി സന്ദർശിക്കുകയാണ്. മന്ത്രിക്കൊപ്പം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് എന്നിവർ കൂടിയുണ്ട്. എസ് രാഗിൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. രാഗിൻ, വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, സംസ്കാരത്തിന് മന്ത്രിമാരും എത്തിയില്ല എന്നുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കോട്ടയം ജില്ലയിലെ മന്ത്രിയായിട്ട് കൂടി എന്തുകൊണ്ട് വി.എൻ. വാസവൻ എത്തിയില്ല എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ എല്ലാത്തിനും ഉത്തരമായിരിക്കുന്നു. മന്ത്രി നേരിട്ട് അവിടെ എത്തി കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ്. അദ്ദേഹത്തിനൊപ്പം മറ്റുള്ളവർ കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും നേരത്തെ ഈ ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ ഇക്കാര്യം പറഞ്ഞിരുന്നു. അതായത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ തന്നെ അന്ന് കണ്ടില്ല, അവർ തേടിപ്പിടിച്ചു വരേണ്ടതായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭർത്താവ് വിശ്രുതൻ ഇക്കാര്യം പറഞ്ഞിരുന്നു. അതായത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ തന്നെ വന്ന് കണ്ടില്ല, അവർ തേടിപ്പിടിച്ചു വരേണ്ടതായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മന്ത്രി വി.എൻ. വാസവൻ, അതോടൊപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട്, സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയുമോ എന്ന് നോക്കാം. മന്ത്രി ഇപ്പോൾ മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ ഉൾപ്പെട്ട ബിന്ദുവിന്റെ ജീവൻ നഷ്ടമായ ബിന്ദുവിന്റെ വീട്ടിലേക്കാണ് മന്ത്രി വി.എൻ. വാസവനും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ളവർ എത്തിയത്. കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ്.